സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. ഇതിന്റെ ഭാഗമായി ഹൈക്കോടതി മുൻ ജഡ്ജി അരുണ ജഗദീശൻ ഈ സംഭവസ്ഥലം ഇന്ന് തന്നെ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നു. അവർ സന്ദർശിക്കാൻ എത്തിയോ? അവിടെ അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും സിജു, ഹൈക്കോടതി മുൻ ജഡ്ജി ഇവിടെ സ്ഥലം സന്ദർശിക്കാൻ എത്തുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ നിലവിൽ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. എന്നാൽ പോലും പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ പ്രദേശം രാവിലെ മുതൽ സന്ദർശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി കൃത്യമായ തെളിവുകളടക്കം ശേഖരിച്ചിരുന്നു. അതായത് 2 വാഹനങ്ങൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന വീതിയുള്ള ചെറിയ റോഡാണ്. ഈ റോഡിലാണ് ഇത്തരത്തിൽ 10,000 പേർക്ക് മാത്രം അനുമതി വാങ്ങിക്കൊണ്ട് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു റാലി സംഘടിപ്പിക്കുന്നത്. ആ റാലിയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നു. ഒരു മൊട്ടുസൂചി പോലും താഴെ വീഴാത്ത രീതിയിലുള്ള അത്രയും ജനത്തിരക്കുണ്ടാവുന്നു. അവിടെയാണ് ശ്വാസം മുട്ടിയും അതേപോലെ തന്നെ തിക്കിലും തിരക്കിലും പെട്ടും നിരവധി ജീവനുകൾ 40ഓളം ജീവനുകൾ പൊലിഞ്ഞത്. 50ലധികം പേർ അതീവ ഗുരുതരാവസ്ഥയിൽ നിലവിൽ തുടരുകയാണ്. മരണസംഖ്യ ഇനിയും കൂടുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കൃത്യമായ രീതിയിൽ ഏകോപനങ്ങൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ചേർന്നുകൊണ്ട് മന്ത്രിമാർക്ക് ചുമതല കൊടുത്തുകൊണ്ട് ആശുപത്രികളിലടക്കം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് പുലർച്ചെയോടുകൂടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂർ മെഡിക്കൽ കോളേജിലേക്ക് നേരിട്ട് സന്ദർശനം നടത്തുന്നു. കൂടെ മന്ത്രിമാരുണ്ടായിരുന്നു. കൃത്യമായ രീതിയിൽ എല്ലാവിധ പ്രവർത്തനങ്ങളും തമിഴ്നാട് സർക്കാർ നടത്തിയിട്ടുണ്ട്. ഇനി ഈ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നതാണ് ഇനി മുന്നിലുള്ള ഏറ്റവും വലിയ കടമ്പ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ശിക്ഷാ നടപടികളും അതേപോലെ തന്നെ മറ്റ് നടപടികളും സ്വീകരിക്കുമെന്ന കാര്യമാണ് MK സ്റ്റാലിൻ വ്യക്തമാക്കിയത്. ഈ പ്രദേശത്ത് ഇപ്പോഴും ആ ദുരന്തത്തിൻ്റെ ഭീകരത ഈ ദൃശ്യങ്ങളിൽ സിജുവിനടക്കം കണ്ടാൽ മനസ്സിലാകും. നമ്മൾ ഇതുവരെ കാണാത്ത അത്രയും ഭീകരത തന്നെയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ഈ ചെരുപ്പുകൾ കണ്ടാലറിയാം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്. അത്രയും വലിയ തിക്കും തിരക്കിലും പെട്ടാണ് ഇത്തരത്തിൽ 40ഓളം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത്. ഈ നാട്ടുകാരടക്കം ഇന്നലെ രാത്രി അടക്കം പറഞ്ഞതും അത് തന്നെയാണ്. കാരണം ഈ പ്രദേശത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വിജയുടെ തമിഴക വെട്ടറ കഴകത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സച്ചിൻ പറഞ്ഞതുപോലെ തന്നെ കരൂരിൽ ഒഴുകിയ കണ്ണീർ പുഴയുടെ കാഴ്ചകൾ ആ ചെരുപ്പുകളിൽ നിന്ന് തന്നെ കഥകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു. എണ്ണിയാലൊടുങ്ങാത്ത അസംഖ്യം ജോഡി ചെരുപ്പുകളാണ് അവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് യാതൊരു തരത്തിലുള്ള ഉൾക്കാഴ്ചയും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സംഘാടനം, എങ്ങനെയാണ് ബാരിക്കേഡുകൾ അടക്കം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് പോലും കൃത്യമായ ബോധ്യമില്ലാതിരിക്കുക. ആളുകളെ ഇങ്ങനെ കൊലയ്ക്ക് വിടാൻ കഴിഞ്ഞു. ഹൃദയശൂന്യമായ പെരുമാറ്റം വിജയ് എന്ന നടൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് TVK എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇത്തരത്തിൽ കൃത്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ, ഈ വരുന്ന സമയത്തിൽ തന്നെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിൽ ഇത്രയും അധികം പേർ മരിക്കില്ലായിരുന്നു, ഈ വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരില്ലായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ നാട്ടുകാരിൽ നിന്ന് സച്ചിൻ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകണം, ഈ വിജയ് പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ഇത്തരത്തിലുള്ള അലംഭാവവും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിയും ഏർപ്പെടുത്താറുണ്ട്. എത്തുമെന്ന് പറയുന്ന സമയത്ത് 6 മണിക്കൂർ വൈകി എത്തുക, അവിടെ കൂടുതൽ ആളുകൾ തടിച്ചുകൂടുക, എത്തുന്ന സമയത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാതിരിക്കുക, 12 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് രാത്രി 7 മണിക്ക് വരിക, ഇങ്ങനെ മൊത്തത്തിൽ ഒരുതരം അലംഭാവമുണ്ട്. അത് ജനങ്ങളെ വല്ലാത്ത അസ്വസ്ഥരാക്കുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ DMKയുടെ അടക്കം നേതാക്കൾ അവിടെ ഇപ്പോഴും എത്തിച്ചേരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. അരുണ ജഗദീശൻ എന്ന മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലാണ് അവിടെ അന്വേഷണം നടക്കുക. ഇപ്പോൾ സച്ചിൻ, ആരാണ് ഇപ്പോൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്? എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? ഇപ്പോൾ AIDMKയുടെ നേതാവായിട്ടുള്ള ശശികലയാണ്
ശശികലയാണ് ഇപ്പോൾ സംഭവ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ജയലളിത തമിഴ്നാടിൻ്റെ അമ്മ മുഖ്യമന്ത്രിയായ സമയത്ത് അവരുടെ തോഴർ എന്നാണ് ശശികല അറിയപ്പെട്ടിരുന്നത്. ശശികലയാണ് ഇപ്പോൾ സംഭവ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി CPIഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം കെ ബാലകൃഷ്ണൻ, അതേപോലെ തന്നെ എം.വി. സച്ചിദാനന്ദം അടക്കമുള്ളവർ എല്ലാം രാവിലെ ഈ ദുരിതത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെയും സച്ചിൻ ഇടയ്ക്ക് ഈ നേരത്തെ പരിക്കേറ്റ് കഴിയുന്നവരെയും കണ്ടിരുന്നു. സച്ചിൻ, നിലവിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? ഇനി മനസ്സിലാക്കാവുന്നത് അല്പം മുമ്പ് മരിച്ച കവിൻ കരൂർ സ്വദേശിയുടെ പോസ്റ്റ്മോർട്ടം മാത്രമാണ് നീ നടക്കാനുള്ളത്. മറ്റ് 39 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? തീർച്ചയായും 30 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. കവിൻ്റെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അതും പൂർത്തിയാകുമെന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ പ്രദേശത്ത് നിരവധി ആളുകളാണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിജോ, വലിയ രീതിയിൽ ഒരു നാടിനെ ഒന്നാകെ ദുഃഖത്തിൽ ആഴ്ത്തിയ സംഭവമാണ് തമിഴ്നാട് കരൂറിൽ നടന്നത്. കാരണം ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച സംഭവം. ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിയിലും ഇത്തരത്തിൽ ഒരു ജീവൻ പൊലിയുന്ന, ഇത്രയും അധികം ജീവൻ പൊലിയുന്ന ഒരു സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയേക്കാവുന്ന ഒരു സംഭവമായി തമിഴ്നാട്ടിൽ കരൂറിലെ സംഭവം മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. സിജോ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നുണ്ട്. കാരണം കൃത്യമായ രീതിയിൽ എല്ലാവിധ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ, എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ഇതെല്ലാം പറഞ്ഞിട്ട് പോലും അത് പാലിക്കാതെ വിപരീതമായ നിലപാട് സ്വീകരിച്ചതിലാണ് ഈ 39 ജീവനുകൾ പൊലിഞ്ഞത്. ഒരു സിനിമാ നടൻ സിനിമയിൽ കാണുന്നത് പോലെയല്ല രാഷ്ട്രീയം എന്ന് തെളിയിക്കുന്നത് തന്നെ തമിഴ്നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്, അതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ചെരുപ്പുകളിൽ അടക്കം കാണുന്നത്. കാരണം അത്രയും അധികം ആളുകൾ ശ്വാസം പോലും കിട്ടാതെ, വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ മരണത്തിന് കീഴടങ്ങുന്ന അവസ്ഥ, അത് വലിയ ഒരു നാടിനെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു സംഭവമായി ഈ തമിഴ്നാട് കരൂരിലെ സംഭവം മാറിയിരിക്കുകയാണ്. സിജു, ശരി. സച്ചിൻ വള്ളിക്കാടാണ് കരൂരിലെ വേലുച്ചാമിപുരത്തു നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ, രാഷ്ട്രീയ നേതാക്കളടക്കം ദുരന്ത സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഈ ദുരന്തത്തിൽ മരിച്ച 39 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ആ ദുരന്ത സ്ഥലത്ത് നിന്നുള്ള ഏറ്റവും കരളലിക്കുന്ന കാഴ്ചകളാണ് കണ്ടത്. അസംഖ്യം ചെരുപ്പുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ചെരുപ്പുകളാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എല്ലാ തരത്തിലുമുള്ള സംഘാടനത്തിലുള്ള വലിയ പോരായ്മ തന്നെയാണ് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. വിവരങ്ങളാണ് സച്ചിൻ വള്ളിക്കാട് നൽകിക്കൊണ്ടിരിക്കുന്നത്.